ശരി. ഇപ്പോൾ ശ്രീ എ എം ആരിഫ് എം പി നമുക്കൊപ്പം ചേരുകയാണ്. എം പി, ഇപ്പോൾ രണ്ട് സഭകളും 2 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. പ്രതിഷേധം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഞാനവിടെ ആലപ്പുഴയിലാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. എന്നാലും പക്ഷേ പ്രതിപക്ഷ തീരുമാനങ്ങൾ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അത് വേറൊന്നുമല്ല, നമ്മുടെ ഈ പാർലമെന്റിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വളരെ ഗൗരവമേറിയ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ പ്രധാനമന്ത്രിയോ പാർലമെന്റിൽ പ്രതികരിക്കണമെന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് എന്താ ബുദ്ധിമുട്ട് അവർക്ക്? ഇങ്ങനെ സംഭവത്തെ സംബന്ധിച്ച് ആരും ഉത്തരവാദിത്വം ഇല്ല, അല്ലെങ്കിൽ അതിൽ ഖേദിക്കുന്നു, ഞങ്ങൾ എന്താണെന്ന് അന്വേഷണം നടത്തും. അതുപോലെ തന്നെ ആ സംഭവത്തിൽ ഒരു പ്രതികരണം ഉണ്ടാവണ്ടേ? ഇത്രയും വലിയൊരു ഇന്ത്യയുടെ പാർലമെന്റിൽ നടന്ന സംഭവമല്ലേ. അപ്പൊ ഇതിനെ വളരെ നിസ്സാരവൽക്കരിച്ച് കാണുന്ന ഒരു സമീപനം ഒരിക്കലും അംഗീകരിക്കാനാവില്ല. അപ്പൊ അതും 13-ാം തീയതി പാർലമെന്റ് ആക്രമിക്കും എന്ന് ഒരു തീവ്രവാദി കാനഡയിൽ നിന്ന് പ്രഖ്യാപനം നടത്തി അതേ സംബന്ധിച്ചുള്ള വലിയ തോതിലുള്ള ഒരു അലർട്ട് ഉണ്ടാവേണ്ട, വളരെ ജാഗ്രത ഉണ്ടാകേണ്ട ഒരു ദിവസം തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. പാർലമെന്റ് ആക്രമിക്കപ്പെട്ട ഒരു അനുസ്മരണ ദിനത്തിലും. അപ്പൊ ഇത്തരം ഒരു വലിയ സംഭവം ഉണ്ടായ ജാഗ്രത കുറവും അത് ഉണ്ടായ നമ്മുടെ ലോകരാജ്യങ്ങളിൽ ആകെ തന്നെ ഇന്ത്യക്കുണ്ടായ അപമാനവും സംബന്ധിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി പാർലമെന്റിലല്ലേ പ്രതികരിക്കേണ്ടത്? അത് ഞങ്ങൾ പ്രതികരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ധിക്കാരവും ദാഷ്ട്യവും അഹങ്കാരവുമാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത്തരത്തിലുള്ള സമീപനങ്ങൾ നമുക്ക് ആർക്കും അംഗീകരിച്ചു കൊടുക്കാനാവില്ല. ശരി, വളരെയധികം നന്ദി. ശ്രീ എ എം ആരിഫ് എം പി ആണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് ധിക്കാരപരമാണ് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ പാർലമെന്റിൽ മന്ത്രിമാർ ഉയർത്തുന്നത്. അത് അംഗീകരിക്കാനാകില്ല. പ്രതിഷേധവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. പ്രസ്താവന നടത്തണം. ഇത് ഗൗരവതരമായ വിഷയമാണ് എന്നാണ് പ്രതിഷേധിക്കുന്ന എം പിമാർ പറയുന്നത്. എന്തായാലും ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പാർലമെന്റിന് പുറത്ത് എം പിമാരുടെ പ്രതിഷേധം തുടരുകയാണ്.